ലോകത്തിൻ്റെ ഏതൊരു കോണിലും മറ്റേതൊരു ജനസമൂഹത്തിന് നേരെയും അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് ഉണർന്ന് പ്രതികരിക്കുന്ന ഒന്നാണ് നമ്മുടെ മനസാക്ഷി. ഫലസ്തീനികളുടെയും ശ്രീലങ്കൻ തമിഴരുടെയും റോഹിംഗ്യകളുടെയും ഉയ്ഗറുകളുടെയും ഒക്കെ പ്രശ്നങ്ങളെ നമ്മൾ യഥാസമയം ഇഴകിരി പരിശോധിക്കുകയും ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പേരിൽ നിരവധി പ്രകടനങ്ങളും സമ്മേളനങ്ങളും സംവാദങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ചില അതിക്രമങ്ങളോട് മാത്രം വളരെ സെലക്റ്റീവായിട്ടുള്ളൊരു ഉദാസീനത ഇതേ നമ്മളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പരസ്യമായിട്ട് പ്രതികരിക്കുന്നത് പോയിട്ട് വളരെ സ്വകാര്യമായ ചർച്ചകളിൽ പോലും ഈ വിഷയങ്ങളെക്കുറിച്ച് പരാമർശിക്കാൻ നമുക്ക് വല്ലാത്തൊരു വിമുഖതയുണ്ട്. അത്തരത്തിലൊന്നാണ് കശ്മീരി പണ്ഡിറ്റുകളുടെ നിർബന്ധിത പലായനത്തിൻ്റെ കഥയും. ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജീവിക്കാനുള്ള അവകാശം. പിറന്ന മണ്ണിൽ വ്യക്തിപരമായ എല്ലാ സ്വാതന്ത്ര്യങ്ങളോടും കൂടി ജീവിക്കാനുള്ള അവകാശം അത് നിഷേധിക്കപ്പെട്ട കശ്മീരി പണ്ഡിറ്റുകൾ അന്യനാട്ടിൽ നയിക്കുന്ന നിസ്സഹായമായ അഭയാർത്ഥി ജീവിതങ്ങളുടെ കഥ, പിറന്ന മണ്ണിൽ നിന്ന് പ്രാണനും കൊണ്ട് ഓടേണ്ടി വന്ന പണ്ഡിറ്റുകളുടെ ഗതികെട്ട ആ പലായനത്തിൻ്റെ കഥ, അത് വല്ലാത്തൊരു കഥയാണ്. അഗർ ഫിർദൌസ് ബർ റൂവെ ജമീൻ അസ്ത് ഹമീൻ അസ്ത് ഹമീൻ അസ്ത് ഹമീൻ അസ്ത്. ഈ ദുനിയാവിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ്. അമീർ ഖുസ്രു ഫാർസി ഭാഷയിൽ ഇങ്ങനെ ഒരു ഈരടി കുറിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ കശ്മീർ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വടക്കു ഭാഗത്ത് കാരക്കോറം മലനിരകൾ, തെക്ക് പടിഞ്ഞാറ് പീർ പാഞ്ചാൽ പർവ്വതനിര, കിഴക്ക് ഭാഗത്ത് സംസ്കാർ മലകൾ. അങ്ങനെ നാലു പാടും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട പ്രകൃതി അതിൻ്റെ ഭംഗിയാൽ പരമാവധി കനിഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള അതിസുന്ദരമായിട്ടുള്ളൊരു ഭൂഭാഗമാണ് കശ്മീർ. നൂറ്റാണ്ടുകളുടെ ചരിത്ര പശ്ചാത്തലമുള്ള ഈ പ്രദേശം വിവിധ മതസ്ഥരായ രാജാക്കന്മാരുടെ ഭരണങ്ങൾ പിന്നിട്ട് ഒടുവിൽ മഹാരാജ ഹരി സിംഗിന്റെ കയ്യിലൂടെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുന്നത് 1947-ലാണ്. അന്നു തൊട്ട് ഇന്ന് വരെ അശാന്തിയുടെ വിളനിലമായിട്ടാണ് കശ്മീർ നിലകൊണ്ടിട്ടുള്ളത്. '47 യുദ്ധം അവസാനിച്ചപ്പോൾ തങ്ങളുടെ കയ്യിൽ കിട്ടിയ പാക് അധീന കശ്മീർ എന്നറിയപ്പെടുന്ന ഭാഗത്തിരുന്നുകൊണ്ട് പാക് ചാരസംഘടനയായ ISI നിരന്തരം ഇന്ത്യൻ മണ്ണിലേക്ക് തീവ്രവാദികളെ പരിശീലിപ്പിച്ച് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ സ്പോൺസർഷിപ്പിൽ കശ്മീരിന്റെ മണ്ണിൽ പുഷ്ടിപ്പെട്ട വിഘടനവാദവും തീവ്രവാദവും അതിന്റെ പരമകാഷ്ഠ പ്രാപിക്കുന്നത് 1989 അടുപ്പിച്ചാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനവും ഉണ്ടാകുന്നത്. അന്ന് കശ്മീർ താഴ്വരയിൽ താമസിച്ചിരുന്ന അവിടുത്തെ ന്യൂനപക്ഷമായിരുന്ന സദാ സമാധാനകാംക്ഷികളായിരുന്ന കശ്മീരി പണ്ഡിറ്റുകൾക്ക് അവർ ജനിച്ചു വളർന്ന നാട് വിട്ട് അന്നോളമുള്ള സമ്പാദ്യങ്ങളൊക്കെ ഇട്ടെറിഞ്ഞ് എങ്ങോട്ടെന്നില്ലാതെ ഓടിപ്പോരേണ്ടി വന്നിട്ട് ഇപ്പോൾ 3 പതിറ്റാണ്ടിലധികമായി. ആ പലായനവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ കാര്യങ്ങളും തന്നെ എന്നുമെന്നും വലിയ വിവാദങ്ങൾക്കുള്ള വിഷയമാണ്. എന്തിൻ്റെ പേരിലാണ് ഈ കശ്മീരി പണ്ഡിറ്റുകൾക്ക് കൂടും കുടുക്കയും എടുത്ത് രായ്ക്ക് രാമാനം ജീവനും കൊണ്ട് ഓടിപ്പോരേണ്ടി വന്നത്? 1990 ജനുവരിക്കും മാർച്ചിനുമിടയിൽ എത്ര പേരാണ് താഴ്വരയിൽ നിന്ന് ഇങ്ങനെ പലായനം ചെയ്തത്? എത്ര പേരാണ് അന്ന് അവിടെ കൊല്ലപ്പെട്ടത്, ബലാത്സംഗത്തിന് ഇരയായത്? ഈ പലായനത്തിൻ്റെ ഇരകൾക്ക് എന്തെങ്കിലും നീതി കിട്ടിയോ? നാടും വീടും വിട്ട് ഓടിപ്പോരേണ്ടി വന്ന കശ്മീരി പണ്ഡിറ്റുകൾക്ക് ഇനി എന്തെങ്കിലും സ്വന്തം ജീവിത പരിസരങ്ങളിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് സാധ്യമാണ്? ഇങ്ങനെ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഇന്നും അവശേഷിക്കുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ ഈ ചോദ്യങ്ങളെ എന്നും ഹിന്ദു മുസ്ലിം ധ്രുവീകരണത്തിൻ്റെ എരുതിയിൽ എണ്ണ പകരാൻ വേണ്ടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രയോജനപ്പെടുത്തി വന്നിട്ടുള്ളത്. ഉത്തരേന്ത്യയുടെ രാഷ്ട്രീയ ധിഷണയ്ക്ക് മേൽ വലതുപക്ഷ രാഷ്ട്രീയം ചുവടുറപ്പിക്കുന്ന 90കളിൽ തന്നെയാണ് ഈ പലായനവും നടന്നത് എന്നതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഹിന്ദുത്വ രാഷ്ട്രീയം എന്നും മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാന രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊന്നും കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനം തന്നെയാണ്. 1975 കശ്മീർ അക്കോർഡിൽ ഒപ്പുവെച്ചത് കശ്മീരികളുടെ പ്രിയ നേതാവായിരുന്ന ഷെയ്ഖ് അബ്ദുള്ള തന്നെയായിരുന്നു. ഇന്ത്യൻ യൂണിയനുമായി ചേർന്നു നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഈ ഉടമ്പടിക്കെതിരെ അക്കാലത്ത് തന്നെ താഴ്വരയിൽ നിന്ന് വിമത സ്വരങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ വിമത സ്വരങ്ങൾ താമസിയാതെ തന്നെ വിഘടനവാദത്തിനുള്ള ആഹ്വാനമായിട്ട് മാറുന്നു. ജമാഅത്തെ ഇസ്ലാമി കശ്മീർ, പീപ്പിൾസ് ലീഗ്, JKLF, ഹിസ്ബുൾ മുജാഹിദീൻ എന്നിങ്ങനെ പല കക്ഷികളും ആ പക്ഷത്ത് അണിനിരക്കുന്നു. പാക് പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോയും അവരുടെ ചാരസംഘടനയായ ISIയും ചേർന്ന് ആ വിഘടനവാദത്തിന് പരമാവധി കാറ്റു പകർന്നുകൊണ്ട് ആസാദ് കശ്മീർ എന്ന സങ്കല്പത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്തി നിർത്തുക എന്ന നയത്തിൻ്റെ ഭാഗമായിട്ടാകും അന്ന് ഷെയ്ഖ് അബ്ദുള്ള സർക്കാരും ഒരു പരിധിവരെ ഈ കക്ഷികളുടെ താളത്തിനൊത്ത് തുള്ളും. അക്കാലത്ത്
കശ്മീരിലെ ആരാധനാലയങ്ങളിൽ ഷേഖ് അബ്ദുള്ള നടത്തിയ ചില പ്രസംഗങ്ങളെങ്കിലും ഒരല്പം പ്രകോപനപരമായിരുന്നു. തൻ്റെ ആത്മകഥയായിട്ടുള്ള ആതിഷെ ചിനാറിൽ താഴ്വരയിലെ കശ്മീരി പണ്ഡിറ്റുകളെ പറ്റി സൂചിപ്പിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത പദം ഇന്ത്യൻ ഗവൺമെന്റിന്റെ മുഖ്ബിറുകൾ അഥവാ ചാരന്മാർ എന്നായിരുന്നു. 1984 കശ്മീരിന്റെ ചരിത്രത്തിലെ ഏറെ നിർണായകമായ ഒരു വർഷം. അക്കൊല്ലം ഫെബ്രുവരിയിലാണ് മഖ്ബൂൽ ഭട്ട് എന്ന തീവ്രവാദിയെ ഇന്ത്യൻ ഗവൺമെന്റ് തൂക്കിലേറ്റുന്നത്. കശ്മീർ അക്കോർഡിനുള്ള വിയോജിപ്പിൽ നിന്ന് 1977 പിറവികൊണ്ട ജമ്മു കശ്മീർ ലിബറേഷൻ ഫ്രണ്ട് അഥവാ JKLFന്റെ കന്നി അമരക്കാരൻ മഖ്ബൂൽ ഭട്ടായിരുന്നു. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ജമ്മു കശ്മീരിന്റെ ലിബറേഷൻ അഥവാ വിമോചനമായിരുന്നു ഈ സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യം. താഴ്വരയിൽ നടത്തിയ വിഘടനവാദ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ തങ്ങളുടെ സ്ഥാപക നേതാവായ മഖ്ബൂൽ ഭട്ടിനെ 1984 ഫെബ്രുവരി 11 ഇന്ത്യൻ ഗവൺമെന്റ് തിഹാർ ജയിലിൽ വെച്ച് തൂക്കിലേറ്റിയപ്പോൾ അതുവരെ പകൽ വെളിച്ചത്തിലെങ്കിലും ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ രൂപമുണ്ടായിരുന്ന JKLF പൂർണ്ണമായും ഒരു തീവ്രവാദ സംഘടനയായിട്ട് മാറുന്നു. 1982 അച്ഛൻ ഷേഖ് അബ്ദുള്ള മരിച്ചപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിരുന്ന മകൻ ഫാറൂഖ് അബ്ദുള്ളയ്ക്കായിരുന്നു അന്ന് സംസ്ഥാനത്തിന്റെ ചുമതല. 84 ഇന്ദിരാഗാന്ധി നേരിട്ടിടപെട്ട് അന്നത്തെ ഗവർണറായിരുന്ന ജഗ്മോഹനെ മുന്നിൽ നിർത്തി ഫാറൂഖ് അബ്ദുള്ളയെ നീക്കുന്നു. ആ സ്ഥാനത്ത് കേന്ദ്രം അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനായ ഗുലാം മുഹമ്മദ് ഷായെ മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കുന്നു. പക്ഷേ തങ്ങളുടെ പ്രിയങ്കരനായിരുന്ന ഫാറൂഖ് അബ്ദുള്ള രായ്ക്കുരാമാനും സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടതിനെ കശ്മീരിലെ ബഹുഭൂരിപക്ഷം നാട്ടുകാരും ഒരു രാഷ്ട്രീയ അട്ടിമറി എന്നാണ് അന്ന് മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്ത് രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയുണ്ടാക്കിയ കേന്ദ്രത്തിന്റെ ഈ ഒരു നടപടിയും താഴ്വരയിൽ കാര്യമായ സംഘർഷങ്ങൾക്ക് വിത്തുപാകുന്നു. ജനങ്ങളുടെ പിന്തുണ തനിക്കില്ല എന്ന് ബോധ്യപ്പെട്ടതോടെ GM ഷാ സമീപിച്ചത് മൗലവി ഇഫ്തിഖാർ ഹുസൈൻ അൻസാരി, മുഹമ്മദ് ഷാഫി ഖുറേഷി, മൊയിനുദ്ദീൻ സലാത്തി എന്നിങ്ങനെ ചില പ്രാദേശിക നേതാക്കളെയാണ്. കശ്മീരിലെ പൊതുജനങ്ങളോട് വിഘടനവാദത്തിന്റെ ഭാഷ മാത്രം സംസാരിച്ചു പോന്നിരുന്ന ഇക്കൂട്ടർക്ക് അങ്ങനെ അന്ന് GM ഷാ വഴിക്കാണ് മുഖ്യധാര കശ്മീരി രാഷ്ട്രീയത്തിൽ ഇടം കിട്ടുന്നത്, അവരുടെ സ്വരങ്ങൾക്ക് സാധുത കിട്ടുന്നത്. അതിനിടയ്ക്ക് 1986 രാജീവ് ഗാന്ധി ഗവൺമെന്റ് ബാബറി മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. അതിന്റെ പേരിലും അന്ന് കശ്മീരിൽ വരെ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. 1990 ഏപ്രിലിൽ രൂപം കൊണ്ട ഹിസ്ബുൾ മുജാഹിദീൻ എന്ന ഏറ്റവും പുതിയ ഭീകരവാദ സംഘടനയാണ് കശ്മീരിൽ പിന്നീട് അങ്ങോട്ട് വലിയ അക്രമങ്ങൾ അഴിച്ചുവിടുന്നതും പണ്ഡിറ്റുകളുടെ പലായനത്തിന് കാരണമായ ഭീതിയുടെ സാഹചര്യം ഒരുക്കുന്നതും. പ്രസിദ്ധ പത്രപ്രവർത്തകനും ഒരു കശ്മീരി പണ്ഡിറ്റ് കുടുംബാംഗവുമൊക്കെയായ രാഹുൽ പണ്ഡിത അവർ മൂൺ ഹാസ് ബ്ലഡ് ക്ലോട്ട്സ് എന്ന തൻ്റെ പുസ്തകത്തിൽ തൻ്റെ കുടുംബം താഴ്വരയിൽ നിന്ന് പലായനം ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. 1990 ജനുവരിയിലാണ് ഈ കൂട്ടപലായനം സംഭവിച്ചതെങ്കിലും അതിനുള്ള നിലമൊരുങ്ങുന്നത് 80കളുടെ പകുതിയിലാണ് എന്ന് പണ്ഡിത പറയുന്നു. 86 രാഹുലിന്റെ പ്രായം വെറും 10 വയസ്സാണ്. അന്ന് ദക്ഷിണ കശ്മീരിലെ അനന്തനാഗ് ജില്ലയിൽ കശ്മീരി പണ്ഡിറ്റുകൾക്കെതിരെ വലിയൊരു ലഹള നടന്നതായി രാഹുൽ ഓർക്കുന്നുണ്ട്. ഈ ലഹളയ്ക്ക് ശേഷമാണ് സ്ഥിതിഗതികൾ വളരെ വേഗത്തിൽ വഷളാകാൻ തുടങ്ങിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സമയത്തൊരിക്കൽ തൻ്റെ കുടുംബത്തോടൊപ്പം ശങ്കരാചാര്യ ഹിൽസ് എന്ന് പറയുന്ന ഒരു പിക്നിക് സ്പോട്ടിൽ അവധി ദിവസം ചെലവിടാൻ വേണ്ടി പോയ അനുഭവം രാഹുൽ തൻ്റെ പുസ്തകത്തിൽ ഓർത്തെടുക്കുന്നുണ്ട്. ആ ഹിൽ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ സാധാരണ കശ്മീരി മുസ്ലിങ്ങളിൽ നിന്ന് വിഭിന്നമായ രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ച ചില യുവാക്കളെ കണ്ടതായിട്ട് അദ്ദേഹം ഓർക്കുന്നു. അവർ വളരെ വിചിത്രമായ പല കഠിന വ്യായാമങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോണിപ്പടികൾ വേഗത്തിൽ ചാടിക്കയറുന്നു, ഓടിയിറങ്ങുന്നു, കരാട്ടെ, കുങ്ഫു പോലെയുള്ള മുറകൾ അഭ്യസിക്കുന്നു, കസർത്തുകൾ കാണിക്കുന്നു, അങ്ങനെ പലതും ചെയ്യുന്നു. അന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒന്ന് താഴ്വരയിൽ തനിക്ക് കാണാൻ കഴിഞ്ഞത് എന്ന് രാഹുൽ ഓർക്കുന്നുണ്ട്. അത് വരാനിരിക്കുന്ന ഒരു അപകടത്തിന്റെ ആദ്യ സിഗ്നലായിരുന്നു എന്ന് തൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുന്നു. അദ്ദേഹത്തിന് കിട്ടിയ രണ്ടാമത്തെ സിഗ്നൽ വീട്ടിൽ വന്നിരുന്ന പാൽക്കാരന്റെ ഏറെ നിർദോഷകരമെന്ന് തോന്നിക്കുന്ന ഒരു തമാശയുടെ രൂപത്തിലായിരുന്നു. കശ്മീർ ബ്യൂറോക്രസിയിൽ ഒരു മിഡിൽ ക്ലാസ് ഓഫീസേഴ്സ് കുടുംബമായിരുന്നു രാഹുലിൻ്റെത്. ചെറുപ്പത്തിൽ അവർ വീട്ടിൽ ഒരു മുറിയുടെ പണി നടന്നുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്. അന്നൊരു ദിവസം രാവിലെ വീട്ടിൽ വന്ന പാൽക്കാരനായിട്ടുള്ള ഒരു കശ്മീരി മുസ്ലിം എന്താണ് ഇവിടെ പണി നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരു മുറി കൂടി എടുക്കുകയാണ്, കുട്ടികളൊക്കെ വലുതായി വരുന്നു, സ്ഥലം തികയുന്നില്ല, അതാണ് എന്ന് രാഹുലിൻ്റെ അച്ഛൻ പറയുന്നു. അപ്പോൾ ആ പാൽക്കാരൻ രാഹുലിൻ്റെ അച്ഛനോട് പറഞ്ഞത്, എന്തിനാണ് സാബ് നിങ്ങളിങ്ങനെ പണം പാഴാക്കുന്നത്, ഈ വീട് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടേതാകാനുള്ളതല്ലേ എന്നായിരുന്നു. രാഹുലിൻ്റെ അച്ഛൻ അത് കേട്ടപ്പോൾ ആദ്യം ഒരു വല്ലായിക തോന്നിയെങ്കിലും അത് ആ പാൽക്കാരൻ്റെ ഉച്ചക്കിറുക്കായി കണ്ട് അദ്ദേഹം അതിനെ തള്ളുന്നു.
പക്ഷേ പിന്നീട് ഇതേ രീതിയിലുള്ള സംസാരങ്ങൾ അലക്കുകാരൻ്റെയോ ഷോൾ വിൽപ്പനക്കാരൻ്റെയോ ഇസ്തിരിക്കാരൻ്റെയോ ഒക്കെ അടുത്ത് നിന്ന് മറ്റു പല കശ്മീരി പണ്ഡിറ്റുകളും കേൾക്കേണ്ടി വന്നതായി സ്നേഹിതരിൽ നിന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ അച്ഛനും ആശങ്കയിലായി എന്നാണ് രാഹുൽ തൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. ഇത്തരം ചെറിയ ചെറിയ സിഗ്നലുകൾ ഏറെ പ്രവചനാത്മകമായിരുന്നുവെന്ന് അധികം വൈകാതെ തെളിയുന്നു. കശ്മീർ താഴ്വരയുടെ സമാധാനപൂർണമായ ആ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് 1989 ഡിസംബർ 14 അവിടെ ഒരു കൊലപാതകം നടക്കും. കൊല്ലപ്പെട്ടത് കശ്മീരിലെ അറിയപ്പെടുന്ന ക്രിമിനൽ അഭിഭാഷകനും BJP ജമ്മു കശ്മീർ ഘടകത്തിലെ മുതിർന്ന നേതാവുമായിരുന്ന അഡ്വക്കേറ്റ് ടീക്കാലാൽ ടപ്ലു ആയിരുന്നു. ആ ആദ്യത്തെ കൊലപാതകത്തെ തുടർന്ന് കൊലകളുടെ ഒരു പരമ്പര തന്നെ കശ്മീരിൽ നടക്കുന്നു. ഈ കൊലപാതകങ്ങളൊക്കെയും ചെയ്തത് കശ്മീർ താഴ്വരയിൽ നിന്ന് പാക് അധീന കശ്മീരിലേക്ക് പോയി അവിടെ നിന്ന് തീവ്രവാദ പരിശീലനം നേടി തിരിച്ചു വന്ന പ്രദേശവാസികളായ ചില യുവാക്കൾ തന്നെയാണ്. കശ്മീരിൽ ഭീകരവാദത്തിൻ്റെ വിത്തുകൾ മുളച്ചു തുടങ്ങിയ കാലമായിരുന്നു അത്. അപ്പോഴേക്കും ജനവികാരം തിരിച്ചാണെന്ന് മനസ്സിലാക്കി GM ഷായെ മാറ്റി കേന്ദ്രം ഫാറൂഖ് അബ്ദുള്ളയെ മുഖ്യമന്ത്രിയാക്കിയിരുന്നു. ഈ കൊലപാതകങ്ങൾ നടക്കുമ്പോഴൊക്കെയും മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള ആ നഗ്ന സത്യത്തെ നിഷേധിക്കുന്ന തിരക്കിലായിരുന്നു. പത്രക്കാർ അദ്ദേഹത്തോട് കശ്മീരിൽ മിലിറ്റൻസി തുടങ്ങിയോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് ഫാറൂഖ് അബ്ദുള്ള അതിനെ കണ്ണും പൂട്ടി നിഷേധിക്കുകയായിരുന്നു ചെയ്തത് എന്ന് രാഹുൽ പണ്ഡിത തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിർത്തിക്ക് അപ്പുറം ഇപ്പുറം നടക്കുന്ന നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ചും ആടിനെ വയ്ക്കാൻ പോകുന്ന ഇടയന്മാർ ആടുകളുടെ വയറ്റിൽ കെട്ടിവെച്ച് AK-47 തോക്കുകൾ താഴ്വരയിലേക്ക് കടത്തുന്നതിനെ പറ്റിയുമൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ കേന്ദ്രത്തിന് കിട്ടിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. അതാത് സമയത്ത് ആ വിവരങ്ങൾ ഫാറൂഖ് അബ്ദുള്ളയ്ക്കും കിട്ടിയിരുന്നു എന്നത് ഉറപ്പാണ്. എന്നിട്ടും കശ്മീരി പണ്ഡിറ്റുകൾക്ക് വിശേഷിച്ച് ഒരു മുന്നറിയിപ്പും ഒരു പോലീസ് പ്രൊട്ടക്ഷനും ഒന്നും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നൽകപ്പെട്ടിട്ടില്ല എന്നാണ് രാഹുൽ തന്റെ പുസ്തകത്തിൽ ആരോപിക്കുന്നത്. അഡ്വക്കേറ്റ് ടീക്കാലാൽ ടപ്ലുവിന്റെ കൊലപാതകത്തിന് ശേഷം തൊട്ടു പിന്നാലെ JKLF നേതാവായിട്ടുള്ള മക്ബൂൽ ഭട്ടിന് 86 വധശിക്ഷ വിധിച്ച ജഡ്ജി ജസ്റ്റിസ് നീൽകാന്ത് ഗുഞ്ചു 1989 നവംബർ 4 ശ്രീനഗർ കോടതിക്ക് പുറത്തുവെച്ച് തീവ്രവാദികളെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നു. 1989 ഡിസംബർ 12 അടുത്ത പ്രധാന സംഭവവികാസം ഉണ്ടാകുന്നത്. അന്ന് VP സിംഗ് മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ മകൾ റൂബിയ സയ്യിദിനെ JKLF തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോകും. തങ്ങളുടെ കൂട്ടാളികളായിട്ടുള്ള 5 തീവ്രവാദികളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച ശേഷം മാത്രമേ അവർ റൂബയെ വിട്ടയച്ചുള്ളൂ. ഭീകരവാദികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കേന്ദ്രം ആ തീവ്രവാദി നേതാക്കളെ വിട്ടയച്ചതോടെ അവരുടെ ആത്മവിശ്വാസം ഇരട്ടിക്കുന്നു. ഈ ഒരു സംഭവവും കശ്മീരിൽ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോയി വിലപേശി തങ്ങളുടെ കൂട്ടാളികളെ മോചിപ്പിച്ച സംഭവത്തോടെ കേന്ദ്രം തങ്ങളുടെ ഭീഷണികൾക്ക് വഴങ്ങുമെന്നൊരു ധാരണ കശ്മീരിലെ തീവ്രവാദികൾക്ക് ഉണ്ടാവുന്നു. അത് അവർക്ക് കൂടുതൽ ആത്മധൈര്യവും ആവേശവും പകരുന്നു. അതിനുശേഷം വിഘടനവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ പരസ്യമായി തന്നെ താഴ്വരയിൽ നിരവധി റാലികൾ നടക്കുന്നു. 10,000-കണക്കിന് പേര് ഏറെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അന്ന് കശ്മീരിന്റെ തെരുവുകളിലേക്ക് ഇറങ്ങുന്നു. അവര് അന്ന് വിളിച്ചൊരു മുദ്രാവാക്യം ദിൽ മേ രഖോ അല്ലാഹ് കാ ഖൗഫ് ഹാത്ത് മേ രഖോ കലാഷ്നിക്കോഫ് എന്നായിരുന്നുവെന്ന് തൻ്റെ ചെറുപ്പത്തിൽ ആ റാലികൾ നേരിട്ട് കണ്ട രാഹുൽ പണ്ഡിത ഓർത്തെടുക്കുന്നുണ്ട്. അതായത് മനസ്സിൽ വേണ്ടത് ദൈവഭയം, കയ്യിൽ വേണ്ടത് കലാഷ്നിക്കോഫ് എന്നായിരുന്നു ആ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം. എന്തായാലും എല്ലാ തരത്തിലും താഴ്വരയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി അനുകൂലമായതോടെ 80കളുടെ അവസാനത്തോടെ കശ്മീരി പണ്ഡിറ്റുകൾ കൃത്യമായി ഇരയുടെ സ്ഥാനത്തേക്ക് കൊണ്ട് നിർത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള അക്രമത്തിനുള്ള ആഹ്വാനങ്ങൾ നിറഞ്ഞ ആ റാലികൾക്ക് ശേഷം തുടർച്ചയായി കശ്മീരി പണ്ഡിറ്റുകൾ കൊല്ലപ്പെടാൻ തുടങ്ങി. ഈ സമയത്ത് ഒരു ദിവസം താഴ്വരയിലെ ജനങ്ങൾ കൂടുന്ന പലയിടങ്ങളിലും ഭീഷണി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടും. ഇനി അങ്ങോട്ട് താഴ്വരയിൽ കഴിഞ്ഞുകൂടണമെന്നുണ്ടെങ്കിൽ കശ്മീരി പണ്ഡിറ്റുകൾ മുന്നിലുണ്ടായിരുന്ന 3 വഴികളാണ് ആ പോസ്റ്ററിൽ കൊടുത്തിരുന്നത്. ഒന്നുകിൽ മതം മാറുക, അല്ലെങ്കിൽ പലായനം ചെയ്യുക, അല്ലെങ്കിൽ കൊല്ലപ്പെടുക. കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ പരസ്യമായി കൊലവിളി ഉയർത്തുന്ന ഈ പോസ്റ്ററിന് പിന്നാലെ ഉന്മൂലനം ചെയ്യപ്പെടാൻ പോകുന്ന സമൂഹത്തിലെ സാമാന്യം അറിയപ്പെടുന്ന കശ്മീരി പണ്ഡിറ്റുകളുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് കൂടി അന്ന് തീവ്രവാദ സംഘടനകൾ പുറത്തിറക്കുന്നുണ്ട്. ഇത്രയും ആയതോടെ താഴ്വരയിലെ കശ്മീരി പണ്ഡിറ്റ് ജനത ആകെ പരിഭ്രാന്തരാകും. ഏറ്റവും ഒടുവിലായി 1990 ഏപ്രിലിൽ അൽ സഫ, ശ്രീനഗർ ടൈംസ് തുടങ്ങിയ പ്രാദേശിക പത്രങ്ങളിൽ വെണ്ടയ്ക്കാശ്രയത്തിൽ തന്നെ ഹിസ്ബുൾ മുജാഹിദിന്റെ ഭീഷണികൾ അച്ചടിച്ചു വരിക കൂടി ചെയ്തതോടെ അവരുടെ ഉള്ളിലെ ഭയം പൂർണ്ണമാവുന്നു. പണ്ഡിറ്റ് കുടുംബങ്ങളിലേക്ക് അന്ന് വന്നിരുന്ന ഭീഷണി കത്തുകൾ തുടങ്ങിയിരുന്നത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ തരുന്ന ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഇനിയും ഇവിടെ തുടർന്നാൽ ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടായിരിക്കും.
ഈ സമയത്ത് നടന്ന മറ്റൊരു പ്രധാന കൊലപാതകമാണ് താഴ്വരയിലെ ബിസിനസ്സുകാരനായിരുന്ന സതീഷ് കുമാർ ടിക്കുവിൻ്റേത്. ടിക്കുവിനെ കൊന്നത് അയാളുടെ ആത്മമിത്രമായിരുന്ന ബിട്ട കരാട്ടെ എന്നറിയപ്പെടുന്ന ഫാറൂഖ് അഹമ്മദ് ഡാർ തന്നെയായിരുന്നു. ബിട്ട എന്നത് ഫാറൂഖ് അഹമ്മദ് ഡാറിൻ്റെ വീട്ടിലെ വിളിപ്പേരായിരുന്നു. ചെറുപ്പം മുതൽ മാർഷ്യൽ ആർട്സിൽ കമ്പമുണ്ടായിരുന്ന ബിട്ടയെ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയതോടെയാണ് നാട്ടുകാർ ബിട്ട കരാട്ടെ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. 1988 അന്നത്തെ JKLF കമാൻഡറായിരുന്ന അഷ്ഫാഖ് മജീദ് വാണിയാണ് അന്ന് യൗവനത്തിന്റെ പടിവാതിൽക്കലെത്തിയിരുന്ന ബിട്ടയെ സ്വാധീനിച്ച് തനിക്കൊപ്പം പാക് അധീന കശ്മീരിലെ തീവ്രവാദ പരിശീലന കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ISIയുടെ ആ ടെററിസ്റ്റ് ക്യാമ്പിൽ നിന്ന് ട്രെയിനിങ് പൂർത്തിയാക്കിയ ശേഷം ബിട്ട തിരികെ കശ്മീരിലേക്ക് എത്തിയത് കൈയടക്കമുള്ളൊരു ഭീകരവാദിയായിട്ടാണ്. ബിട്ട എന്ന ഈ പേര് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നത് പിന്നീട് എപ്പോഴോ ഒരു വീഡിയോയിൽ അയാൾ നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾക്ക് ശേഷമാണ്. മുഖം മറയ്ക്കാതെ കയ്യിലൊരു റിവോൾവറും പിടിച്ചുകൊണ്ട് താഴ്വരയിൽ ചുറ്റി നടന്ന് താൻ കശ്മീരി പണ്ഡിറ്റുകളെ വെടിവെച്ച് കൊന്നതിൻ്റെ വീരസ്യങ്ങൾ അയാൾ ഒരു അഭിമുഖത്തിൽ വിവരിക്കുന്നുണ്ട്. കശ്മീരികളെ മണത്ത് കണ്ടുപിടിക്കാനും ഉന്നം തെറ്റാതെ വെടിവെച്ച് കൊല്ലാനുമുള്ള സ്വന്തം കഴിവിൽ അയാൾ ആ വീഡിയോയിൽ അഭിമാനം കൊള്ളുന്നത് കാണാം. ടിക്കുവിനെ അയാളുടെ വീടിൻ്റെ മുന്നിൽ വെച്ചാണ് താൻ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നു കളഞ്ഞത് എന്ന് ബിട്ട പറയുന്നുണ്ട്. ആരെയൊക്കെയാണ് കൊല്ലേണ്ടത്, എപ്പോഴൊക്കെയാണ് കൊല്ലേണ്ടത് എന്നൊക്കെയുള്ള കൃത്യമായ ഇൻഫർമേഷൻ അഷ്ഫാഖ് മജീദ് വാണിയെ പോലുള്ള JKLF കമാൻഡർമാരാണ് തനിക്ക് തന്നുകൊണ്ടിരുന്നത് എന്നാണ് ഈ വീഡിയോയിൽ ബിട്ട പറയുന്നത്. ആരെ കൊല്ലണമെന്നുള്ള നിർദ്ദേശം കിട്ടാതെ ഒരുപാട് ദിവസങ്ങൾ പിന്നിട്ടാൽ ബോറടി മാറ്റാൻ വേണ്ടി തോക്കുമെടുത്ത് താഴ്വരയിൽ കറങ്ങി മുന്നിൽ വന്നുപെടുന്ന കശ്മീരി പണ്ഡിറ്റുകളിൽ ആരെങ്കിലുമൊക്കെ വെടിവെച്ച് കൊല്ലുമായിരുന്നു താൻ എന്നുവരെ അയാൾ ഈ വീഡിയോയിൽ വീമ്പിളക്കുന്നുണ്ട്. പണ്ഡിറ്റുകൾക്ക് നേരെ റിവോൾവറും ഇന്ത്യൻ സൈന്യത്തിന് നേരെ AK-47 യന്ത്രത്തോക്കും എന്നതായിരുന്നു ബിട്ടയുടെ നയം. 1989-90 കാലത്ത് ചുരുങ്ങിയത് 20 പേരെയെങ്കിലും ബിട്ട കരാട്ടെ കൊന്നിട്ടുണ്ട് എന്നാണ് പോലീസ് റെക്കോർഡുകളിലെ കണക്ക്. പക്ഷേ പാനൂൻ കശ്മീർ എന്ന സംഘടന പറയുന്നത് ചുരുങ്ങി 42 പേരെയെങ്കിലും ബിട്ട ഇങ്ങനെ കൊന്നിട്ടുണ്ട് എന്നാണ്. 1990 ജൂൺ 20 ശ്രീനഗറിൽ വെച്ച് BSF ആണ് ബിട്ടയെ അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യുന്നത്. അക്കാലത്ത് ബിട്ടയുടെ പേരിൽ തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട 19ഓളം കേസുകളുണ്ടായിരുന്നു. ആ കേസുകളുടെ വിചാരണ കാലയളവിൽ ബിട്ട അടുത്ത 16 കൊല്ലത്തോളം ജയിലിൽ കഴിച്ചു കൂട്ടുന്നു. അയാൾക്കൊടുവിൽ 2006 സ്പെഷ്യൽ ടാഡ കോടതി ജാമ്യം അനുവദിക്കും. വിചാരണ കാലയളവിലെ 16 കൊല്ലത്തെ ജയിൽവാസത്തിന് ശേഷം ജയിൽ മോചിതനായ ബിട്ടയെ കാത്തിരുന്നത് തൻ്റെ ഗ്രാമവാസികളിൽ നിന്നുള്ള ഊഷ്മളമായ സ്വീകരണമാണ്. നൂറുകണക്കിന് റോസാപ്പൂച്ചെണ്ടുകളുമായിട്ടാണ് 16 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം ജന്മഗ്രാമം അയാളെ എതിരേറ്റത്. തിരികെ വന്ന ബിട്ട JKLFൽ ചേർന്ന് വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുന്നു. അപ്പോഴേക്കും ഒരു തീവ്രവാദ ഗ്രൂപ്പ് എന്നതിൽ നിന്നും താഴ്വരയിൽ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരുന്നു JKLF. പ്രവർത്തനം തുടങ്ങി അധികം താമസിയാതെ തന്നെ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനത്ത് വരെ എത്തുന്നുണ്ട് ഫാറൂഖ് അഹമ്മദ് ഡാർ എന്ന ബിട്ട കരാട്ടെ. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഏറെ കാലത്തിന് ശേഷം ഒടുവിൽ 2019 മാർച്ചിൽ വീണ്ടും കേന്ദ്രം JKLFനെ ഒരു തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുന്നു, അതിനെ നിരോധിക്കുന്നു. 2019 തന്നെ NIA ബിട്ട കരാട്ടെ എന്ന ഫാറൂഖ് അഹമ്മദ് ഡാറിനെ ഭീകരവാദത്തിന് ഫണ്ടിങ് ചെയ്യുന്നു എന്ന ആരോപണം ഉന്നയിച്ച് വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു. സർക്കാരിനെതിരെ കലാപത്തിന് കോപ്പ് കൂട്ടുന്നു എന്നതായിരുന്നു അന്ന് ബിട്ടയ്ക്കെതിരെ NIA ചുമത്തിയ പ്രധാന കുറ്റം. എന്തായാലും കാശ്മീരി പണ്ഡിറ്റുകളോട് ചെയ്ത കുറ്റങ്ങൾക്കുള്ള വിചാരണ എങ്ങും എത്തിയില്ലെങ്കിലും തൽക്കാലം ബിട്ട കരാട്ടെ വീണ്ടും ഇരുമ്പഴിക്കുള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. 1990 ജനുവരി 19 കാര്യങ്ങൾ വല്ലാതെ വഷളായ ഒരു ദിവസം. കേന്ദ്രം വീണ്ടും ഫാറൂഖ് അബ്ദുള്ളയുടെ മന്ത്രിസഭ പിരിച്ചുവിടുന്നു. സംസ്ഥാനത്ത് വീണ്ടും രാഷ്ട്രപതി ഭരണം നിലവിൽ വരുന്നു. കേന്ദ്രത്തിൻ്റെ ഈ നടപടികളുടെ പേരിൽ താഴ്വരയിലെ വിഘടന സ്വരങ്ങൾക്ക് വെകിളിയെടുത്തു നിൽക്കുന്ന സമയമാണ്. പ്രദേശത്തുള്ള നിരവധി ലൗഡ് സ്പീക്കറുകളിൽ നിന്ന് കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ ദിവസേന എന്നോണം ഭീഷണികൾ മുഴങ്ങി തുടങ്ങുന്നു. വർഗീയ വിഷം വമിപ്പിക്കുന്ന പ്രസംഗങ്ങൾക്ക് അക്കാലത്ത് കശ്മീർ താഴ്വരയിലെ തെരുവുകൾ സാക്ഷ്യം വഹിക്കും. അന്ന് ലൗഡ് സ്പീക്കറിലൂടെ കേട്ട ഒരു കാര്യം രാഹുൽ പണ്ഡിത തൻ്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ആ മുദ്രാവാക്യമാണ്, ആ ഒരൊറ്റ മുദ്രാവാക്യമാണ് അദ്ദേഹത്തെയും കുടുംബത്തെയും കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് നാടുവിട്ടോടാൻ പ്രേരിപ്പിക്കുന്നത്. അതിങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് ഞങ്ങളുടെ പാകിസ്ഥാൻ വേണം, കശ്മീരി പണ്ഡിറ്റ് പുരുഷന്മാർ എത്രയും പെട്ടെന്ന് സ്ഥലം വിടണം, നിങ്ങളുടെ സ്ത്രീകളെ കൊണ്ടുപോകണമെന്നില്ല. ആ മുദ്രാവാക്യം വിളി കേട്ടതോടെ കശ്മീരി പണ്ഡിറ്റുകൾക്ക് ഒരു കാര്യം മനസ്സിലായി: ഇനിയും അവിടെ നിന്നാൽ സ്വന്തം വീട്ടിലെ സ്ത്രീകളടക്കം അപമാനിക്കപ്പെട്ടേക്കാം, ഉപദ്രവിക്കപ്പെട്ടേക്കാം. അങ്ങനെ നിൽക്കക്കളിയില്ലാതെ ആയി എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് കശ്മീരി പണ്ഡിറ്റുകൾ താഴ്വര വിട്ടുപോകാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നത്. ഒടുവിൽ 1990 ജനുവരി 20 കയ്യിൽ കിട്ടിയതെല്ലാം ഭാണ്ഡത്തിലാക്കി കശ്മീരി പണ്ഡിറ്റുകളുടെ ആദ്യ സംഘം താഴ്വരയിൽ നിന്ന് പലായനം ചെയ്യുന്നു.
ഈ ആദ്യഘട്ടം പലായനം ഉണ്ടായ ശേഷവും നാടുവിട്ടോടാതെ അവിടെ തുടർന്ന പണ്ഡിറ്റുകളിൽ ചിലർ പിന്നീടുള്ള ദിവസങ്ങളിൽ താഴ്വരയിൽ വധിക്കപ്പെടുന്നു. ആ വധങ്ങൾ സൃഷ്ടിച്ച ഭീതി ആദ്യത്തേതിനേക്കാൾ വലിയ തോതിലുള്ള മറ്റൊരു കൂട്ടപലായനത്തിന് വഴിവെക്കുന്നു. ഏറ്റവും ഒടുവിലായി ഹിസ്ബുൾ മുജാഹിദിന്റെ ഭാഗത്തു നിന്ന് ആഫ്താബ് എന്ന ഉറുദു പത്രത്തിലൂടെ 36 മണിക്കൂറിനുള്ളിൽ താഴ്വര വിടുക അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറാവുക എന്നൊരു ഡെഡ് ലൈൻ കൂടി കിട്ടിയതോടെ ആദ്യത്തേതിന്റെ ഇരട്ടി പണ്ഡിറ്റുകൾ 1990 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടന്ന ഈ രണ്ടാം ഘട്ട പലായനത്തിൽ നാടുവിട്ട് ഓടിപ്പോകുന്നു. ആ കലുഷിത സാഹചര്യത്തിൽ നടന്ന പറഞ്ഞു പോകാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത മറ്റൊരു ഭീകരാക്രമണമാണ് 1990 റിപ്പബ്ലിക് ദിനത്തിന്റെ തലേ ദിവസം വ്യോമസേനയിലെ ഓഫീസർമാർക്കെതിരെ ഉണ്ടായത്. കശ്മീരിലെ ഹൈവേ പരിസരത്ത് വന്നിറങ്ങിയതായിരുന്നു വ്യോമസേനയുടെ 40ഓളം പേരടങ്ങുന്ന ആ സംഘം. വ്യോമസേന ആസ്ഥാനത്ത് നിന്ന് ഒരു ബസ് അവരെ കൊണ്ടുപോകാൻ വരുന്നതും കാത്തു നിൽക്കുകയായിരുന്നു അവരപ്പോൾ. അതിനിടയിലാണ് 4-5 ബൈക്കുകളിലായിട്ട് അങ്ങോട്ട് വന്ന JKLFന്റെ ഭീകര സംഘം അപ്പോൾ നിരായുധരായിട്ട് നിൽക്കുകയായിരുന്ന ആ വ്യോമസേന അംഗങ്ങൾക്ക് നേരെ യന്ത്രത്തോക്കുകളിൽ നിന്ന് വെടിയുതിർക്കുന്നത്. നിമിഷ നേരം കൊണ്ട് നിരവധി പേർ അവിടെ വെടിയേറ്റു വീഴുന്നു. അക്കൂട്ടത്തിൽ സ്ക്വാഡ്രൺ ലീഡർ രവി ഖന്ന, കോർപ്പറൽ DB സിംഗ്, കോർപ്പറൽ ഉദയ് ശങ്കർ, എയർമാൻ അജാദ് അഹമ്മദ് എന്നിവർ ഈ ആക്രമണത്തിൽ വീരമൃത്യു വരിക്കുന്നു. ഈ സംഭവത്തിലെ പ്രധാന പ്രതി ജമ്മു കശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്ന സംഘടനയുടെ അന്നത്തെ ചെയർമാനായിട്ടുള്ള യാസീൻ മല്ലിക് ആയിരുന്നു. 80കളുടെ തുടക്കത്തിലെ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് പോയി അവിടെ സായുധ പരിശീലനം നേടി തിരികെ വന്ന യാസീൻ മല്ലിക്കാണ് 89-90 കാലത്ത് താഴ്വരയിൽ ഭീകരവാദം പടർത്താൻ മുൻകൈയെടുത്തവരിൽ പ്രധാനിയായിട്ടുള്ള ഒരാൾ. ചുരുങ്ങിയത് 2 ഡസൻ ഭീകരവാദ കേസുകളിലെങ്കിലും മുഖ്യ പ്രതിയായിരുന്നു യാസീൻ മല്ലിക്. ഈ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ നിരവധി ദൃക്സാക്ഷികൾ ഭീകരസംഘത്തിന്റെ ഭാഗമായിരുന്ന യാസീൻ മല്ലിക് അടക്കമുള്ള പലരെയും തിരിച്ചറിയുന്നുണ്ട്. ഈ കേസിൽ തുടരന്വേഷണം നടത്തിയ CBI ടാഡ ചുമത്തി മല്ലിക് അടക്കമുള്ള പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നു. ഈ എയർഫോഴ്സ് ഓഫീസർമാർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തിന്റെ വിചാരണയുടെ കാര്യത്തിൽ പതിറ്റാണ്ടുകളായി മാറി മാറി വന്ന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് തികഞ്ഞ ഉദാസീനമായിട്ടുള്ള മനോഭാവമാണ് ഉണ്ടായിട്ടുള്ളത്. ഒടുവിൽ ഈ അടുത്ത് പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യൻ വ്യോമസേനയെ നിയോഗിച്ചുകൊണ്ട് സർജിക്കൽ സ്ട്രൈക്കുകളും മറ്റും നടത്തിയ പശ്ചാത്തലത്തിലാണ് ഈ പഴയ കേസിൽ നീതി നടപ്പിലാക്കണം എന്നുള്ള മുറവിളി വീണ്ടും ഉയരുന്നതും ആ ദിശയിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നതും. ഈ സമ്മർദ്ദങ്ങളെ തുടർന്ന് കേന്ദ്ര സർക്കാർ നടത്തിയ പുതിയ ഒരു നിയമ നീക്കത്തിലാണ് 2019 ഏപ്രിലിൽ 2007 കോടതി ഏർപ്പെടുത്തിയിരുന്ന സ്റ്റേ നീങ്ങുന്നതും ഒപ്പം NIA പഴയ മറ്റൊരു കേസിൽ യാസീൻ മല്ലിക്കിനെ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുന്നതും. ഭീകരവാദികൾക്ക് ധനം സമാഹരിച്ചു നൽകി എന്ന പേരിൽ തന്നെയാണ് NIA ഇപ്പോൾ മാലിക്കിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ആ കേസിന്റെ വിചാരണ തടവിലാണ് ഇപ്പോൾ യാസീൻ മല്ലിക് ഉള്ളത്. ഇങ്ങനെ യാസീൻ മല്ലിക്കിന്റെ നേതൃത്വത്തിൽ എയർഫോഴ്സ് ഓഫീസർമാരെ ലക്ഷ്യം വെച്ച് നടന്ന ആക്രമണത്തിന് ശേഷവും താഴ്വരയിൽ അക്രമങ്ങൾ തുടർന്നു പോകുന്നു. 90 ഫെബ്രുവരി 13 MN പോൾ എന്ന BSF ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നുകളയുന്നു. ഭർത്താവിന്റെ ജോലി വഴി അവർക്ക് ഇന്ത്യൻ ഗവൺമെന്റുമായിട്ടുണ്ടായിരുന്ന വിദൂര ബന്ധം മാത്രമായിരുന്നു അതിന് കാരണം. സർവാനന്ദ് കൗൾ പ്രേമി എന്ന ഒരു കശ്മീരി കവിയെയും അവർ ആ കാലത്ത് വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഭഗവത്ഗീതയൊക്കെ കശ്മീരി ഭാഷയിലേക്ക് മൊഴിമാറ്റിയ വിദ്വാനായിട്ടുള്ള കവിയെ തൻ്റെ മകനോടൊപ്പം നടന്നു പോകുമ്പോഴായിരുന്നു ഈ ഭീകരവാദികൾ വെടിവെച്ച് കൊല്ലുന്നത്. അന്ന് ആ കൊച്ചു മകനെ പോലും അവർ വെറുതെ വിടുന്നില്ല. അതോടെ ഈ സംഭവങ്ങൾ നടന്നതോടെ ആകെ ഭയന്നു പോയ കശ്മീരി പണ്ഡിറ്റുകൾ തങ്ങളുടെ പുരയിടങ്ങളും കൃഷിഭൂമികളും അവിടുത്തെ വീടുകളും എല്ലാം അമ്പലങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ജീവനം കൊണ്ട് ഓടുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് തിരിച്ചറിയുന്നു. കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് കിട്ടിയ വാഹനങ്ങളിൽ കയറി അവർ രാത്രിക്ക് രാത്രി താഴ്വരയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. 1990 ജനുവരിയിലാണ് ഗവർണർ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ജഗ്മോഹൻ കശ്മീരിലെത്തുന്നത്. കശ്മീരിൽ അക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് VP സിംഗ് ജഗ്മോഹനെ ഗവർണർ ആക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. 84 ഫാറൂഖ് അബ്ദുള്ളയുടെ സർക്കാരിനെ തറപറ്റിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി ഗവർണറായിട്ട് ഒരു ടേം നിയോഗിച്ച് വിജയം കണ്ടതാണ് ജഗ്മോഹനെ എന്നതായിരുന്നു അങ്ങനെ ഒരു ആലോചനയ്ക്ക് കാരണം. കർക്കശ ബുദ്ധിയായിട്ടുള്ള ഒരു ഭരണകർത്താവ് എന്ന സൽപ്പേര് അന്ന് തന്നെ ജഗ്മോഹൻ ഉണ്ടായിരുന്നു. പക്ഷേ ജഗ്മോഹന്റെ നിയമനത്തെ അന്ന് തുടക്കത്തിൽ തന്നെ ഇടതുപക്ഷം എതിർത്തപ്പോൾ VP സിംഗ് ആദ്യം ആ തീരുമാനം ഉപേക്ഷിക്കാൻ തയ്യാറെടുത്തുവെങ്കിലും പിന്നീട് മുഫ്തി മുഹമ്മദ് സയ്യിദും അരുൺ നെഹ്റുവും ഒക്കെ അതിനെ പിന്തുണച്ചതോടെ ജഗ്മോഹന് നറുക്ക് വീഴുകയാണ് അന്നുണ്ടായത്. ജഗ്മോഹൻ സ്ഥാനമേറ്റെടുത്ത് 2 ദിവസത്തിനുള്ളിലാണ് കാശ്മീരിന്റെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂഷിതമായിട്ടുള്ള ഒരു അടിച്ചമർത്തൽ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. 1990 ജനുവരി 21 നടന്ന ഗാവ് കടാൽ കൂട്ടക്കൊല എന്നറിയപ്പെടുന്ന CRPF വെടിവെപ്പിൽ വധിക്കപ്പെട്ടത് പ്രതിഷേധ പ്രകടനം നടത്തിയ 50 കശ്മീരി മുസ്ലിങ്ങളാണ്. അതിന് ദിവസങ്ങൾക്കുള്ളിലാണ് ഹാവൽ കൂട്ടക്കൊല എന്നറിയപ്പെടുന്ന അടുത്ത വെടിവെപ്പ് ഉണ്ടാവുന്നത്. കശ്മീരിലെ അന്നത്തെ മിർവായിസ് ആയിരുന്ന മൗലാന മുഹമ്മദ് ഫാറൂഖിനെ
ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരർ വധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംസ്കാര ഘോഷയാത്രയ്ക്ക് നേരെ CRPFന് വെടിവെപ്പുണ്ടാവുകയും അതിൽ 60 കശ്മീരി മുസ്ലിങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അതിൽ 200-ലധികം പേർക്ക് അന്ന് പരിക്കേൽക്കുന്നു. ഈ വെടിവെപ്പുകളൊക്കെയും തീവ്രവാദികളിൽ നിന്ന് കശ്മീരി പണ്ഡിറ്റുകളെ പകരം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിരവധി ആക്രമണങ്ങൾക്ക് കാരണമാകുന്നു. ഗവർണറായി സ്ഥാനമേറ്റെടുത്ത ശേഷം കശ്മീരിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിൽ ജഗ്മോഹൻ പരാജയപ്പെട്ടതാണ് കാര്യങ്ങളെ വഷളാക്കിയതും ചെറിയ തോതിൽ തുടങ്ങിയ കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തെ ഇത്ര വലിയ തോതിലേക്ക് വർദ്ധിപ്പിച്ചതുമെന്ന് അന്ന് ജഗ്മോഹന്റെ ഗവർണർ ഭരണത്തിന് കീഴിൽ അനന്തനാഗിലെ സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന IAS ഓഫീസർ വജാഹത്ത് ഹബീബുള്ള ഈ അടുത്ത് ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഗവൺമെന്റ് അല്ല പണ്ഡിറ്റുകളെ കശ്മീരിന് പുറത്തേക്ക് പറഞ്ഞയച്ചതെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായപ്പോൾ അതിനെ തടയാൻ വേണ്ടി ഒന്നും ചെയ്തില്ല എന്നതാണ് ഒരു ഗവർണർ എന്ന നിലയ്ക്ക് ജഗ്മോഹന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള കൃത്യവിലോപമെന്നും ഹബീബുള്ള പറയുന്നു. പലായനത്തിൻ്റെതായിട്ടുള്ള കണക്കുകൾ പലതുമുണ്ട്. അതിലേതാണ് ശരി എന്നറിയുക സത്യം പറഞ്ഞാൽ അസാധ്യമാണ്. പാനൂൻ കശ്മീർ എന്ന സംഘടനയുടെ കണക്ക് പ്രകാരം 1990-നും 2011-നും ഇടയ്ക്ക് കശ്മീർ താഴ്വരയിൽ തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടിട്ടുള്ള പണ്ഡിറ്റുകളുടെ എണ്ണം 1341. അവർ പറയുന്നത് 1990 ജനുവരി മുതൽ 2000 വരെ പലപ്പോഴായിട്ട് നാടുവിട്ടത് 1.5 ലക്ഷത്തോളം കശ്മീരി പണ്ഡിറ്റുകളാണ് എന്നാണ്. പക്ഷേ രാമചന്ദ്ര ഗുഹ എഴുതിയ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് 90 കാലത്ത് കശ്മീരിൽ 2 ലക്ഷത്തോളം പണ്ഡിറ്റുകൾ ഉണ്ടായിരുന്നുവെന്നും അക്രമങ്ങളെ തുടർന്ന് പകുതി പേരെങ്കിലും, അതായത് ഏകദേശം 1 ലക്ഷത്തോളം പേരെങ്കിലും പലായനം ചെയ്തുവെന്നുമാണ്. ഇനി വേറൊരു കണക്ക് പരിശോധിച്ചാൽ അമേരിക്കൻ ചാരസംഘടനയായ CIA-യുടെ ഒരു റിപ്പോർട്ട് പറയുന്നത് പലായനം ചെയ്തവരുടെ എണ്ണം ചുരുങ്ങിയത് 3 ലക്ഷമെങ്കിലും വരുമെന്നാണ്. കലാപകലുഷിതമായ ഈ 3 പതിറ്റാണ്ടിനിടയിലും 800-ലധികം കശ്മീരി പണ്ഡിറ്റ് കുടുംബങ്ങൾ നാടുവിട്ടോടാൻ തയ്യാറാവാതെ അവിടെ തന്നെ തുടർന്നിട്ടുണ്ട്. അൽ ജസീറയ്ക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പലായനം ചെയ്യാതിരുന്ന കശ്മീരി പണ്ഡിറ്റുകളുടെ സംഘടനയായ കശ്മീരി പണ്ഡിറ്റ് സംഘർഷ സമിതി അഥവാ KPSSന്റെ പ്രസിഡന്റ് സഞ്ജയ് ടീക്കു പറയുന്നത് കശ്മീരിൽ നടന്നിട്ടുള്ള അക്രമങ്ങളിൽ ആകെ കൊല്ലപ്പെട്ടിട്ടുള്ള സത്യത്തിൽ 650 പേര് മാത്രമാണ് എന്നാണ്. അങ്ങനെ ആകെ പരസ്പര വിരുദ്ധമായ പല കണക്കുകളും ഉള്ളതുകൊണ്ട് എത്ര പേര് കൊല്ലപ്പെട്ടു, എത്ര പേര് പലായനം ചെയ്തു എന്നൊക്കെ കൃത്യമായിട്ട് പറയാൻ ഇന്ന് പ്രയാസമാണ്. കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തിന്റെ ഇതുവരെയുള്ള ചരിത്രം 2 പക്ഷത്തു നിന്നുകൊണ്ട് രചിക്കപ്പെട്ടതാണ്. പലായനം സംബന്ധിച്ച് ഇതുവരെ വന്നിട്ടുള്ള ഒരുവിധം എല്ലാ വീക്ഷണങ്ങളെയും ഒരു താരതമ്യ പഠനത്തിന് വിധേയമാക്കിക്കൊണ്ട് മെമ്മറീസ് ഓഫ് ഹോം ആൻഡ് പെർസിക്യൂഷൻ എ സ്റ്റഡി ഓഫ് റീസെന്റ് കശ്മീരി പണ്ഡിറ്റ് നരേറ്റീവ്സ് എന്ന പേരിൽ ഷില്ലോങ്ങിലെ നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള സംജ്യോതി മൃധ എഴുതിയ ഒരു ഗവേഷണ പ്രബന്ധമുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ചറിയാൻ നമ്മൾക്ക് മുന്നിലുള്ള മാർഗങ്ങളിൽ പ്രധാനം അതിനെക്കുറിച്ചുള്ള വ്യക്തികളുടെ ഓർമ്മക്കുറിപ്പുകൾ തന്നെയാണ് എന്നാണ്. അതിൽ തന്നെ 2 വേർഷനുണ്ട്. ഒന്ന് ഭൂരിപക്ഷമായിട്ടുള്ള കശ്മീരി മുസ്ലിങ്ങളുടെ ഓർമ്മകൾ, 2 പുറപ്പെട്ടു പോയതും അവിടെ തന്നെ തുടർന്നതുമായിട്ടുള്ള കശ്മീരി പണ്ഡിറ്റുകളുടെ ഓർമ്മകൾ. പണ്ഡിറ്റുകളുടെ പക്ഷത്തു നിന്നുള്ള ചില നറേറ്റീവുകളാണ് രാഹുൽ പണ്ഡിതയുടെ അവർ മൂൺ ഹാസ് ബ്ലഡ് ക്ലോട്ട്സ്, സുധാ കൗളിൻ്റെ ടൈഗർ ലേഡീസ് എന്നിങ്ങനെയുള്ള ഓർമ്മക്കുറിപ്പുകളും നിതാഷ കോളിൻ്റെ റെസിഡ്യൂ, സിദ്ധാർത്ഥ് ഗിഗുവിൻ്റെ ദ ഗാർഡൻ ഓഫ് സോളിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്ന നോവലുകളും. മറുപക്ഷത്തു നിന്നുള്ള വീക്ഷണം പങ്കുവയ്ക്കുന്ന ഒന്നാണ് കശ്മീർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്ന് വിരമിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും എഴുത്തുകാരനുമായിട്ടുള്ള ഖാലിദ് ബഷീർ അഹമ്മദിന്റെ കശ്മീർ എക്സ്പോസിംഗ് ദ മിത്ത് ബിഹൈൻഡ് ദ നറേറ്റീവ് എന്ന് പറയുന്ന പുസ്തകം. പണ്ഡിറ്റ് പക്ഷ നറേറ്റീവുകളുടെ ഒരു പ്രധാന പോരായ്മയായിട്ട് സംജ്യോതി മൃധ പറയുന്നത് അവ വിഷയത്തെ സമീപിക്കുന്നത് കശ്മീരി മുസ്ലിം ജനതയെ ഒന്നടങ്കം ശത്രുക്കളാക്കി മറുപക്ഷം നിർത്തിക്കൊണ്ടാണ് എന്നാണ്. കശ്മീരിലെ മുസ്ലിങ്ങളിൽ ചുരുക്കം ചില കുടുംബ സുഹൃത്തുക്കൾ ഒഴികെ മറ്റുള്ളവർ ഒന്നടങ്കം പണ്ഡിറ്റുകൾക്കെതിരായിട്ടുള്ള വിഘടനവാദികളുടെ ഗൂഢാലോചനകളിൽ പങ്കുചേർന്നുവെന്നാണ് പണ്ഡിറ്റ് പക്ഷത്ത് നിൽക്കുന്ന രാഹുൽ പണ്ഡിത അടക്കമുള്ളവരുടെ പുസ്തകങ്ങൾ ആരോപിക്കുന്നത്. എന്നാൽ മറുപക്ഷത്തിന്റെ നരേറ്റീവ് പ്രതിപാദിക്കുന്ന ഖാലിദ് ബഷീർ അഹമ്മദിന്റെ പുസ്തകത്തിൽ പറയുന്നത് 90കളുടെ തുടക്കത്തിൽ ചില ഒറ്റപ്പെട്ട പ്രകോപനങ്ങളും കൊലപാതകങ്ങളും ഒക്കെ പണ്ഡിറ്റുകൾക്കെതിരെ ഉണ്ടായിരുന്നുവെങ്കിലും കശ്മീരിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ജാതി മതങ്ങൾക്ക് അതീതമായ സാമുദായിക ഐക്യത്തിൽ ഊന്നിയിട്ടുള്ള കശ്മീരിയത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നവരാണ് എന്നും അവർ പണ്ഡിറ്റുകളെ പരമാവധി പലായനം ചെയ്തതിൽ തടയാൻ ശ്രമിച്ചിരുന്നു എന്നുമാണ്. ഖാലിദ് ബഷീർ അഹമ്മദും ആരോപിക്കുന്നത് കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തിന്റെ തോത് കൂടാനുള്ള കാരണം അക്കാലത്ത് ജമ്മു കശ്മീർ ഗവർണറായി വന്ന ജഗ്മോഹന്റെ നയങ്ങളാണ് എന്ന് തന്നെയാണ്. അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള പല പക്ഷങ്ങളുള്ള കാര്യകാരണങ്ങൾ പലതരത്തിൽ വിശദീകരിക്കുന്ന പല നറേറ്റീവുകളുമുള്ള ഏറെ സങ്കീർണമായിട്ടുള്ളൊരു ചരിത്രമാണ് കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തിനുള്ളത് എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, കാരണക്കാരാരായാലും കാരണങ്ങൾ എന്തു തന്നെ ആയാലും തങ്ങൾ ജീവിച്ചിരുന്ന സ്വാഭാവികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞ് അന്യദേശത്തേക്ക് രക്ഷപ്പെട്ട് ഓടിപ്പോവാൻ, പലായനം ചെയ്യാൻ, അവിടെ ചെന്ന് അഭയാർത്ഥി ജീവിതം നയിക്കാൻ
പതിനായിരക്കണക്കിന് കശ്മീരി പണ്ഡിറ്റുകൾ നിർബന്ധിതരായി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അന്ന് 30 ലക്ഷത്തിലധികം വരുന്ന കശ്മീരി ജനതയിൽ വെറും 1.5 ലക്ഷം മാത്രം വരുമായിരുന്ന കശ്മീരി പണ്ഡിറ്റുകളിൽ ഭൂരിഭാഗവും നാടുവിട്ടോടിയത് താഴ്വരയിൽ നിന്നാൽ തങ്ങൾ ഉപദ്രവിക്കപ്പെട്ടേക്കാം എന്ന ഭയം കൊണ്ടാണ്. അന്ന് അങ്ങനെ ഓടിപ്പോയതിൽ മിക്കവരും ചെന്നുപെട്ടത് ജമ്മു, ഉധംപൂർ, പുർഖു, നഗ്രോട്ട, മുത്തി, കഥുവ എന്നിവിടങ്ങളിലാണ്. ഏതാണ്ട് 6000-ഓളം പേര് അന്ന് ദില്ലിയിലേക്ക് പോകും. കുറേ പേര് അമൃത്സറിലേക്കും പഞ്ചാബിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും പോകുന്നു. പിന്നെയും 2000-ഓളം പേര് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കായിട്ട് ചിതറിത്തെറിച്ച് പോകുന്നുണ്ട്. അങ്ങനെ ജമ്മുവിലെ സകല സൗകര്യങ്ങളുമുള്ള തങ്ങളുടെ വീടുകൾ വിട്ട് ഓടിപ്പോകേണ്ടി വന്ന പലർക്കും പിന്നീട് ഏറെക്കാലം നരക ജീവിതം നയിക്കേണ്ടി വന്നത് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെ അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. തങ്ങൾ ജനിച്ച, കളിച്ചു വളർന്ന സ്വന്തം നാട്ടിലെ തങ്ങളുടെ പഴയ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് ഇന്നും പല കശ്മീരി പണ്ഡിറ്റുകളും പറയുന്നത്. 1990-ൽ തങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന കശ്മീർ താഴ്വര അല്ല ഇന്ന് അവിടെ ഉള്ളത് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. തിരിച്ചു ചെന്നാൽ അവരെ കാത്തിരിക്കുന്നത് ധൃതിപ്പെട്ട് കെട്ടിപ്പൊക്കിയ സെറ്റിൽമെൻറ്റുകളും കമ്പിവേലികളോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന പട്ടാളക്കാർ കാവൽ കിടക്കുന്ന അഭയാർത്ഥി കേന്ദ്രങ്ങളും മാത്രമാണ്. അവിടെയൊന്നും തന്നെ തങ്ങൾ പണ്ട് നയിച്ചിരുന്ന പോലെയുള്ള സ്വാഭാവികമായിട്ടുള്ള ജീവിതം നയിക്കുക അത്ര എളുപ്പമല്ല എന്നവർക്കറിയാം. അവരന്ന് ഉപേക്ഷിച്ചിട്ട് പോയ സ്വത്തുക്കൾ പലതും കലാപകാലത്ത് നശിപ്പിക്കപ്പെടുകയോ കയ്യേറപ്പെടുകയോ അനധികൃതമായിട്ട് വിൽക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യലബ്ധിക്കാലത്ത് രാജ്യത്തിൻ്റെ മറ്റെല്ലാ കോണിലും വർഗീയ ലഹളകളിൽ തെരുവുകൾ കത്തി എരിഞ്ഞപ്പോൾ തികഞ്ഞ സമാധാനത്തിൽ പുലർന്ന ഒരു ഇടമാണ് കശ്മീർ. അന്ന് ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ സാമുദായിക ഐക്യത്തിൻ്റെ പൂങ്കാവനമെന്ന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത അതേ കശ്മീർ തന്നെ പണ്ഡിറ്റുകളുടെ പലായനത്തിന് പിന്നാലെയുണ്ടായ ഭീകരവാദത്തിൻ്റെ അലയടികളിൽ രാജ്യത്തിൻ്റെ തന്നെ മതേതരത്വം ആടിയുലയാൻ കാരണമാവുന്നുണ്ട്. കശ്മീരി പണ്ഡിറ്റുകളെ പുനരധിവസിപ്പിക്കുമെന്നുള്ള വാഗ്ദാനം ഇപ്പോഴും പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ആ വാഗ്ദാനങ്ങളൊക്കെയും വെറും വാഗ്ദാനങ്ങൾ മാത്രമായി അവശേഷിക്കുമോ? കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനം എന്നത് ഒരു ചൂടൻ തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമായി ഇനിയും അനന്തകാലത്തേക്ക് തുടർന്നു പോകുമോ എന്നൊക്കെയാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.